വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകിൽ വീണ്ടും പ്രശ്നം. ഉപ്പുമുളകിൽ നിന്ന് ഇപ്പം മറ്റൊരു താരവും കൂടി മാറി നിൽക്കുകയാണ് എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് സംസാരിക്കാൻ പോകുന്നത്. എന്താണ് പ്രശ്നമെന്നും ആരാണ് ഇപ്പോൾ തൽക്കാലമായിട്ട് ഉപ്പുമുളകിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്നും ചോദിക്കുന്നവർക്കായിട്ട് ലച്ചു ആണ് ഇപ്പോൾ ഉപ്പുമുളകിൽ റീസെൻ്റായിട്ട് വന്ന എപ്പിസോഡുകളിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ മെയിൻ റീസണും ഉപ്പുമുളകിൽ ലച്ചുവുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നതിനെക്കുറിച്ചുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ ഉപ്പുമുളകിൽ വീണ്ടും ഒരു പ്രശ്നമൊന്നുമില്ല. ആ ഒരു പഴയ പ്രശ്നം തന്നെയാണ് നിലനിൽക്കുന്നത്. ഉപ്പുമുളകിൽ ബാലു നീലും ശ്രീകുട്ടനുമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പ്രശ്നം. അതല്ലാതെ ലച്ചുവുമായിട്ടും ഇപ്പോൾ വേറൊരു പ്രശ്നം തന്നെയില്ല. ലച്ചു മാറി നിൽക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനത്തെ വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ലച്ചു ഇപ്പോൾ റീസെൻ്റായിട്ട് തുടങ്ങിയ ഉപ്പുമുളകും ഷെഡ്യൂളിൽ ജോയിൻ ചെയ്തിട്ടില്ല. മാത്രമല്ല റീസെൻ്റായിട്ട് വന്ന ഒരു 7-8 എപ്പിസോഡുകളായിട്ട് ലച്ചു എന്നൊരു കഥാപാത്രം ഇല്ല. ലച്ചു ഇല്ലാതെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പകരം ശിവാനി അവർ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു 2-3 എപ്പിസോഡിന്. മാത്രമല്ല നെയ്യാറ്റിൻകരയിലെ അപ്പൂപ്പനെ അമ്മൂമ്മ എന്ന കഥാപാത്രങ്ങളെയും ഉപ്പുമുളകിലോട്ട് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ലച്ചു ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ ലച്ചു ഉപ്പുമുളകിൽ നിന്ന് മാറി നിൽക്കാൻ മെയിൻ റീസൺ ഒരു പ്രശ്നമോ ഒന്നും തന്നെ ഇല്ല. തൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് ലച്ചു മാറി നിൽക്കുകയാണ്. ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. തൻ്റെ ഫ്രണ്ട്സുമായിട്ട് ബാങ്കോക്കിലോട്ടൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ലച്ചു തന്നെ തൻ്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ പുറത്തു വിട്ടതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഉപ്പുമുളകിൽ റീജോയിൻ ചെയ്യാൻ പറ്റാതിരിക്കുന്നത്. നാട്ടിലെത്തിയ ഉടൻ തന്നെ ഉപ്പുമുളകിൽ ലച്ചു ജോയിൻ ചെയ്യുന്നതായിരിക്കും. അല്ലാതെ വേറെ ഒരു പ്രശ്നവും തന്നെ ലച്ചുവും ഉപ്പുമുളകുമായിട്ട് പോകുന്നില്ല. നാട്ടിലില്ലാത്തത് കൊണ്ടും ഈ ഷെഡ്യൂളിൽ ജോയിൻ ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ് ലച്ചു ഉപ്പുമുളകിൽ വരാതിരിക്കുന്നത്. ജോയിൻ ചെയ്താലുടൻ തന്നെ ആ ഒരു എപ്പിസോഡുകൾ ഉടനെ സ്ട്രീമാകും. എപ്പോഴാണ് ഇനിയിപ്പോൾ ആ ഒരു ലച്ചുള്ള ഒരു എപ്പിസോഡ് നമുക്ക് കാണാൻ സാധിക്കുകയെന്ന് വെച്ചാൽ അടുത്ത ആഴ്ച മുതൽ ലച്ചു ഉപ്പുമുളകിൽ ജോയിൻ ചെയ്യുന്നതാണെങ്കിൽ 2 ദിവസത്തിനകം തന്നെ ലച്ചുവിൻ്റെ എപ്പിസോഡുകൾ സ്ട്രീമായി തുടങ്ങും. ഏതായാലും ഇപ്പോൾ തൽക്കാലം ഉപ്പുമുളകിൽ ലച്ചു തിരിച്ചു വരാത്തതിൻ്റെ കാരണം മെയിൻ ഇതാണ്. അല്ലാതെ ഒരു പ്രശ്നവും തന്നെയില്ല. നിങ്ങൾ ലച്ചുവിൻ്റെ ഒരു തിരിച്ചുവരവിന് ലച്ചുവിൻ്റെ എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.